കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ്. സ്ഥാനാർത്ഥികളെല്ലാം നിശബ്ദ പ്രചാരണത്തിലാണ്. ഭരണം നേടാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടത് വലത് മുന്നണികൾ. എന്നാൽ അതേസമയം തന്നെ ഒരക്കൗണ്ടെങ്കിലും തുറക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJPയും. കേരളത്തിൽ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്രസേന ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ വളരെയധികം സുരക്ഷയാണ് പ്രശ്നബാധിത ബൂത്തുകളിലും മറ്റു ബൂത്തുകളിലുമെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ നിങ്ങൾക്ക് വോട്ടിംഗ് യന്ത്രത്തിൽ കാണാനാകുമെന്ന പ്രത്യേകതയും ഇത്തവണത്തെ പോളിംഗിനുണ്ട്. എന്തായാലും കേരള ബാലറ്റിലേക്ക് സ്വാഗതം. കേരള ബാലറ്റിൽ പ്രധാന തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണത്തിൽ. ഭരണം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ LDFും UDFും. അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷയിൽ BJP. ജനവിധി തേടി 1203 പേർ. സംസ്ഥാനത്താകെ 2.6 കോടി വോട്ടർമാർ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം അവസാന ഘട്ടത്തിൽ. വോട്ട് രേഖപ്പെടുത്താൻ ഫോട്ടോ പതിച്ച വോട്ടിംഗ് യന്ത്രം. 1233 പ്രശ്ന സാധ്യതാ ബൂത്തുകൾ. സംസ്ഥാനത്താകെ വൻ സുരക്ഷാ സന്നാഹം. വലിയ ഇടതു തരംഗമില്ലെങ്കിലും ആവശ്യത്തിനുള്ള തരംഗം ഉണ്ടാകുമെന്ന VS അച്യുതാനന്ദൻ. അധികാരത്തിലെത്തിയാൽ UDF സർക്കാരിലെ അഴിമതിക്കാരെ കൽത്തുറങ്കിലടയ്ക്കുമെന്നും VS മീഡിയ വണ്ണിനോട്. CPMന്റെ അക്രമ രാഷ്ട്രീയം ജനം തിരിച്ചറിയുമെന്ന ഉമ്മൻചാണ്ടി. BJP അക്കൗണ്ട് തുറക്കില്ലെന്നും മുഖ്യമന്ത്രി. തമിഴ്നാടും പുതുച്ചേരിയും നാളെ പോളിംഗ് ബൂത്തിലേക്ക്. തമിഴ്നാട്ടിലെ വോട്ടെടുപ്പ് 233 മണ്ഡലങ്ങളിൽ. പുതുച്ചേരിയിൽ 30 മണ്ഡലങ്ങളിൽ വിധിയെഴുതും. വിധിയെഴുത്ത് നാളെ. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. 2.5 മാസം നീണ്ടുനിന്ന പ്രചാരണം അവസാനിപ്പിച്ച് സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണത്തിലാണ്. ഉറപ്പിച്ച വോട്ടുകൾ വീണ്ടും വീണ്ടും ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് എല്ലാവരും. അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണാനാണ് മിക്കവരും സമയം കണ്ടെത്തുന്നത്. ഞായറാഴ്ചയായതിനാൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും സ്ഥാനാർത്ഥികൾ സജീവമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്തുകളിലെത്തി തുടങ്ങി. തെരഞ്ഞെടുപ്പിനുള്ള മറ്റു ക്രമീകരണങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയായി. രാവിലെ 10 മണി മുതലാണ് തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത്. ഉദ്യോഗസ്ഥർ അതാത് കേന്ദ്രങ്ങളിലെത്തി വോട്ടിംഗ് മെഷീനുകളും മറ്റു ഉപകരണങ്ങളും കൈപ്പറ്റി. വോട്ടിംഗ് മെഷീനും VVPAT സംവിധാനമുള്ള ബൂത്തുകളിലേക്കുള്ള VVPAT യൂണിറ്റ് മാത്രമാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്നത്. മറ്റു സാമഗ്രികൾ സെക്ടറൽ ഓഫീസർമാർ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കും. ഓരോ പോളിംഗ് ബൂത്തിലും ഒരു പ്രിസൈഡിംഗ് ഓഫീസറും 3 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമാണ് ഉണ്ടാവുക. 1750 കൂടുതൽ വോട്ടർമാരുള്ള ബൂത്തുകളിൽ അനുബന്ധ ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. വനിതാ സൗഹൃദ ബൂത്തുകളും ഇത്തവണത്തെ പ്രത്യേകതയാണ്. പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനമടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 1233 പ്രശ്നസാധ്യതാ ബൂത്തുകളാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ 711 ഗുരുതര പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളവയും. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കേന്ദ്രസേന ഉൾപ്പെടെ 52,000 പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ, തിരുവനന്തപുരം. ഒട്ടേറെ സവിശേഷതകളുമായാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗ് സമയം 1 മണിക്കൂർ നീട്ടിയതാണ് പ്രധാന സവിശേഷത. വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ പതിക്കുന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. ചിഹ്നങ്ങളുടെ സാമ്യതയും അപരന്മാരുടെ സാന്നിധ്യവും പോളിംഗ് ബൂത്തിൽ മിക്കപ്പോഴും വോട്ടർമാരെ വെട്ടിലാക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ആ പേടി വേണ്ട. സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനും പേരിനുമൊപ്പം അവരുടെ ഫോട്ടോയും വോട്ടിംഗ് യന്ത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ബാലറ്റ് പേപ്പറിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലും പതിപ്പിക്കുന്നത്. അപരന്മാരുടെ ശല്യമാണ് ഇത്തരമൊരു പരിഷ്കരണത്തിലേക്ക് നീങ്ങാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രേരിപ്പിച്ചത്. പോളിംഗ് സമയം നീട്ടി നൽകിയതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. സാധാരണ രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയായിരുന്നു വോട്ടെടുപ്പിനുള്ള സമയം. 1 മണിക്കൂർ കൂടി നീട്ടി വൈകിട്ട് 6 വരെയായിരിക്കും ഇക്കുറി തെരഞ്ഞെടുപ്പ്. തീർന്നില്ല സവിശേഷതകൾ. VVPAT ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത്. ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തതെന്ന് വോട്ടർക്ക് കണ്ടറിയാനുള്ള സംവിധാനമാണ് VVPAT വോട്ടിംഗ് യന്ത്രങ്ങൾ. 12 നിയമസഭാ മണ്ഡലങ്ങളിലായി 1062 ബൂത്തുകളിലാണ് ഈ സംവിധാനം ഉപയോഗിക്കുക. നിഷേധ വോട്ടായ നോട്ടയ്ക്കും ഇക്കുറി ചിഹ്നമുണ്ട്. വോട്ട് ചെയ്യാനായി 13 തിരിച്ചറിയൽ രേഖകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. BLOയിൽ നിന്ന് ലഭിച്ച ഫോട്ടോ പതിച്ച വോട്ടർ സ്ലിപ്പ് മാത്രം ഉപയോഗിച്ച് വോട്ട് ചെയ്യാം. ഇതില്ലെങ്കിൽ ഫോട്ടോ പതിച്ച തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച 11 തിരിച്ചറിയൽ കാർഡുകൾ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചും വോട്ട് ചെയ്യാം. പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ പതിച്ച പെൻഷൻ രേഖ, സർക്കാരുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും പബ്ലിക് ലിമിറ്റഡ് കമ്പനികളും നൽകുന്ന തിരിച്ചറിയൽ കാർഡ്,
സഹകരണ ബാങ്കുകൾ ഒഴികെയുള്ള ബാങ്കുകളുടെയും പോസ്റ്റ് ഓഫീസിലെയും ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന്റെ സ്മാർട്ട് കാർഡ്, തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫോട്ടോ പതിച്ച തൊഴിൽ കാർഡ്, തൊഴിൽ മന്ത്രാലയത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് എന്നിവയാണ് തിരിച്ചറിയൽ രേഖകൾ. മീഡിയ 1 തിരുവനന്തപുരം. കേരളത്തിലെ 14 ജില്ലകളുടെയും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഞങ്ങളുടെ 6 പ്രതിനിധികൾ വിവിധ ജില്ലകളിലായുണ്ട്. ആദ്യം തിരുവനന്തപുരം മുഹമ്മദ് അസ്ലമിലേക്ക്. അസ്ലം, തെക്കൻ ജില്ലകളിലെ മൊത്തം തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏതുവരെയായി? നിശബ്ദ പ്രചാരണത്തിന്റെ തിരക്കിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. നാളത്തെ പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലാണോ വോട്ടർമാർ? തീർച്ചയായും സൈഫുനിസ, തെക്കൻ ജില്ലകളിൽ ശക്തമായ മത്സരം നടക്കുന്ന പ്രധാന മണ്ഡലങ്ങളുള്ള ജില്ലകൾ എന്ന നിലയിൽ തന്നെ വളരെ ശക്തമായ പ്രചരണം തന്നെയാണ് നടന്നത്. ഇന്ന് നിശബ്ദ പ്രചരണ ദിവസമായിട്ട് പോലും സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള എല്ലാ പേരും, രാഷ്ട്രീയ പ്രവർത്തകരും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തകരും പൂർണ്ണമായി തന്നെ ഫീൽഡിൽ ഉണ്ടായിരുന്ന ദിവസം കൂടിയായിരുന്നു. രാവിലെ മുതൽ തന്നെ പള്ളികൾ ഉൾപ്പെടെയുള്ള ചർച്ചകൾ ഉൾപ്പെടെ ആരാധനാലയങ്ങളിൽ കയറിയും അതോടൊപ്പം തന്നെ കല്യാണ വീടുകളിലും ടൗണുകളിലും എല്ലാം ഇറങ്ങിക്കൊണ്ട് പരമാവധി അവസാനഘട്ട വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ വീടുകൾ തേടിയുള്ള സ്ക്വാഡുകൾ നടന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളെ സംബന്ധിച്ചോളം ഏറ്റവും നിർണായകമായ ചില മണ്ഡലങ്ങൾ ഇരു മുന്നണികളെ സംബന്ധിച്ചോളമുണ്ട്. തിരുവനന്തപുരത്ത് ത്രികോണ മത്സരം നടക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുള്ള മണ്ഡലമാണ്. BJPയുടെ സാന്നിധ്യം കൊണ്ട് വളരെ ശക്തമായ മത്സരം നടക്കുന്ന നേമം, അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങൾ കൂടാതെ തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ നെടുമങ്ങാട്, കാട്ടാക്കട തുടങ്ങിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ ഒരു അവസാനഘട്ട ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലങ്ങളിലെ ഈ കോവളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ ഫലം പ്രവചനാതീതമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നേമത്ത് BJPയും അതോടൊപ്പം CPയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരത്തെ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. പക്ഷേ വട്ടിയൂർക്കാവിലാണെങ്കിൽ ത്രികോണ മത്സരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കഴക്കൂട്ടും ഇത് ഫോട്ടോ ഫിനിഷിംഗിലേക്ക് തന്നെയാണ് കഴക്കൂട്ടും പോകുന്നത്. എല്ലാവരും അവരുടേത് അവകാശവാദം ഉന്നയിക്കുന്നു. കൊല്ലത്തെ സംബന്ധിച്ചോളം മറ്റു മണ്ഡലങ്ങൾ ഇടതുപക്ഷ മേധാവിത്വമുള്ള മണ്ഡലങ്ങളാണെങ്കിൽ 4 മണ്ഡലങ്ങളിൽ കൃത്യമായ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രവചനാതീതമായ മത്സരം തന്നെ നടക്കുന്നുണ്ട്. കുണ്ടറയും അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളിയാണ് UDF പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന 2 മണ്ഡലങ്ങൾ. അവർക്ക് വലിയ പ്രതീക്ഷയാണ് അതിൽ മുന്നോട്ട് വെക്കുന്നത്. കോൺഗ്രസ് MLA-മാരില്ലാതിരുന്ന ഒരു മണ്ഡലത്തിൽ 2 MLA-മാർ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷിക്കുന്ന 2 മണ്ഡലങ്ങൾ കൂടിയാണിത്. അതേസമയം വലതുപക്ഷത്തിൻ്റെ മണ്ഡലങ്ങളായ ചവറയും ഇരവിപുരവും ശക്തമായ വെല്ലുവിളി നേടുന്നു എന്നുള്ളതും UDF-നെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കൂടിയാണത്. ഈ 4 മണ്ഡലങ്ങൾ ഒരുപക്ഷെ കൊല്ലയിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലം. പത്തനംതിട്ട ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ 5 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങളിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്നുണ്ട്. ഒന്ന് ശക്തമായ മത്സരം, പ്രവചനാതീതമായ മത്സരം നടക്കുന്നത് തിരുവല്ലയിൽ തന്നെയാണ്. മാത്യു തോമസ് വിജയിച്ച ജനതാദളിന്റെ മാത്യു തോമസ് വിജയിച്ച മണ്ഡലത്തിൽ ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ ജോസഫ് പുതുശ്ശേരി വളരെ ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ആരായിരിക്കും അവസാന ലാപ്പിൽ ഓടിയെത്തുക എന്നുള്ള കാര്യം 19 മാത്രമേ കഴിയൂ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ആറന്മുളയിൽ ശ്രദ്ധേയമായ മത്സരം ആദ്യം മുതൽ തന്നെ ത്രികോണ മത്സരം നടക്കുന്ന ആറന്മുളയിൽ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. ഒരുപക്ഷെ UDF-ന് നേരിയ മുൻതൂക്കമുണ്ട് എന്ന് അവസാന ഘട്ടത്തിൽ ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതേസമയം LDF-ലെ വീണ ജോർജും അതോടൊപ്പം തന്നെ BJP-ലെ MT രമേശും അതിശക്തമായ പോരാട്ടം തന്നെയാണ് അവസാനഘട്ടവും കാഴ്ചവെക്കുന്നത്. മറ്റൊരു മണ്ഡലം റാന്നിയാണ്. അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ റാന്നിയെ ഇപ്പോൾ ഒരു പ്രവചനാതീതമാക്കി മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് BDJS-ന്റെ ശക്തമായ സാന്നിധ്യം സ്ഥിരമായി ജയിച്ചു വരുന്ന LDF സ്ഥാനാർത്ഥി രാജു എബ്രഹാമിന് ഒരുപക്ഷെ വിനയായി മാറുമോ എന്ന ഒരു ആശങ്കയാണ് അവിടെ ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലവും പ്രധാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. കോന്നിയും അതോടൊപ്പം തന്നെ മറ്റു മണ്ഡലങ്ങളും കോന്നിയും അടൂരും എല്ലാം മത്സരങ്ങൾ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഇരു മുന്നണികളും ഭരണം നേടാൻ ആഗ്രഹിക്കുന്ന LDF-നും UDF-നും ശക്തമായ പ്രതീക്ഷയും അതോടൊപ്പം ആശങ്കയും നിൽക്കുന്ന മണ്ഡലങ്ങൾ ഈ 3 ജില്ലകളിലായി ഉണ്ട്. ശരി അസ്ലം, വിവരങ്ങൾക്ക് കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് വിവരങ്ങളുമായി റഹീസ് ചേരുന്നു കോട്ടയം സ്റ്റുഡിയോയിൽ നിന്ന്. റഹീസ്, പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം മത്സരിക്കുന്ന 2 ജില്ലയാണ് ആലപ്പുഴയും കോട്ടയവും. ആലപ്പുഴയിൽ എടുക്കുകയാണെങ്കിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, കോട്ടയത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള പ്രമുഖർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള പ്രമുഖർ മത്സരിക്കുന്ന 2 ജില്ലകളാണ്. ഏത് രീതിയിലാണ് ഇവിടുത്തെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാണ് ഇവിടുത്തെ വോട്ടർമാർ നാളത്തെ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? UDF-ഉം LDF-ഉം വളരെ വലിയ വിജയം കാണുന്ന ഓരോ ജില്ലകളാണ് കോട്ടയവും ആലപ്പുഴവും. കോട്ടയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ ഒരു മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിയും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. കോട്ടയത്തെ സംബന്ധിച്ച് വളരെ വലിയ മത്സരം പല മണ്ഡലങ്ങളിലും നേരിടുന്നുണ്ട്. കഴിഞ്ഞ തവണ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് LDF-ന് വിജയിക്കാൻ കഴിഞ്ഞത്. ഏറ്റുമാനൂരും വൈക്കവുമായിരുന്നു LDF വിജയിച്ചത്. പക്ഷേ ഇത്തവണ ഏറ്റുമാനൂരിനും വൈക്കം
സഖ്യത്തിനുമൊപ്പം ചങ്ങനാശ്ശേരിയും പാലയും കൂടി പിടിച്ചെടുക്കും എന്ന ഒരു വിശ്വാസമാണ് LDF നേതൃത്വത്തിനുള്ളത്. UDF നേതൃത്വം ബാക്കിയുള്ള കടുത്തുരുത്തി, പൂഞ്ഞാർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്ന് അവരും കണക്ക് കൂട്ടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് പൂഞ്ഞാർ മണ്ഡലത്തിലാണ്. അവിടെ UDF LDF സ്ഥാനാർത്ഥികൾക്ക് പുറമെ ജനപക്ഷ സ്ഥാനാർത്ഥി PC ജോർജും മത്സരിക്കുന്നുണ്ട്. അവിടെ കൃത്യമായി തന്നെ ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അവസാന നിമിഷം മാത്രമേ ആര് വിജയിക്കും എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാകൂ. പാല അവസാന നിമിഷം എത്തിയപ്പോൾ വലിയ തോതിലുള്ള മത്സരം പാലയിലുണ്ടായി. KM മാണിക്ക് അടിതെറ്റും എന്ന തരത്തിലുള്ള പ്രചരണവും വിശ്വാസവും LDF നേതൃത്വത്തിനുണ്ട്. എങ്കിൽ KM മാണി തന്നെ വിജയിക്കുമെന്ന പ്രതീക്ഷ UDFും വെച്ചു പുലർത്തുന്നു. ആലപ്പുഴ ജില്ലയിലേക്ക് പോയാൽ ചെങ്ങന്നൂർ, കുട്ടനാട്, കായംകുളം, അമ്പലപ്പുഴ, ചേർത്തല മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള മത്സരം നടക്കുന്നു. NDA വലിയ പ്രതീക്ഷ കാണുന്ന 2 മണ്ഡലങ്ങൾ ആലപ്പുഴ ജില്ലയിലുണ്ട്, ചെങ്ങന്നൂരും കുട്ടനാടും. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ സുഭാഷ് വാസു BDJSന്റെ സ്ഥാനാർത്ഥിയാണ്. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി PS ശ്രീധരൻപിള്ളയാണ് മത്സരിക്കുന്നത്. കുട്ടനാട് BDJSന്റെ സുഭാഷ് വാസുവും മത്സരിക്കുന്നു. പക്ഷേ വിവരങ്ങൾക്ക് ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ വിവരങ്ങൾ നൽകാൻ ബിജു തറയിൽ ചേരുന്നു. ബിജു, കഴിഞ്ഞ വർഷം UDFന് 2 സീറ്റ് കിട്ടിയ ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല. ഇത്തവണ അത് വർദ്ധിപ്പിക്കണമെന്ന ഒരു തികഞ്ഞ പ്രതീക്ഷയിലാണ്, അല്ലെങ്കിൽ അതിനുള്ള ശ്രമത്തിലാണ് UDF. ഒപ്പം തന്നെ BDJSന്റെ ശക്തമായ സാന്നിധ്യമുള്ള ഒരു ജില്ല കൂടിയാണ് ഇടുക്കി. എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ഇവിടുത്തെ മുന്നണികളും സ്ഥാനാർത്ഥികളും? ഇടുക്കി ജില്ലയുടെ ചരിത്രത്തിലാദ്യമായി പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിന്റെ ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടുള്ള ഒരു അവസാനഘട്ട പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പല മണ്ഡലങ്ങളിൽ നടക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും UDF കേന്ദ്രത്തിന് ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒരു മണ്ഡലം മാത്രമേ ഇപ്പോൾ നിലവിൽ ജില്ലയിലുള്ളൂ. അത് തൊടുപുഴ. PJ ജോസഫ് മത്സരിക്കുന്ന തൊടുപുഴയാണ്. എന്നാൽ LDFന് അല്പമെങ്കിലും നേരിയ മുൻതൂക്കം നമുക്ക് പറയാൻ കഴിയുന്നത് ദേവികുളത്താണ്. പക്ഷേ ഇവിടെ എങ്ങളിലൊക്കെ കാര്യങ്ങൾ മാറി മറിയാൻ വളരെ എളുപ്പമാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ജില്ലയിൽ ആദ്യമായി തന്നെ ഇടുക്കി നിയോജക മണ്ഡലത്തിലും ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലും ശക്തമായി തന്നെ NDA മത്സരിക്കുന്നു. ഈ NDA BDJSന്റെ സ്ഥാനാർത്ഥികളാണ് ഇവിടെ രണ്ടിടത്തും മത്സരിക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളിൽ ഈഴവ വോട്ടുകൾ വളരെ നിർണായകം തന്നെയാണ്. UDFനെ കാലാകാലങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഇടുക്കി. അതോടൊപ്പം തന്നെ LDFന്റെ കൂടെയായിരുന്നു കഴിഞ്ഞ 15 വർഷം നിന്ന ഒരു മണ്ഡലമാണ് ഉടുമ്പൻചോല. അവിടങ്ങളിൽ BDJS പിടിക്കുന്ന അല്ലെങ്കിൽ NDA മുന്നണി പിടിക്കുന്ന ഈഴവ വോട്ടുകൾ ആരെ തുണയ്ക്കും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പ്രവചനാതീതമാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റ് 2 മണ്ഡലങ്ങൾ കൂടി ഈ ജില്ലയിലുണ്ട്. ഒന്ന് ദേവികുളം, മറ്റൊന്ന് പീരുമേടുമാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ തൊഴിൽ സമരങ്ങളോട് ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് ദേവികുളം. ഈ ദേവികുളത്തെ പെണ്ണൊരുമയും അതോടൊപ്പം തന്നെ AIADMKയും NDAയും മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 4078 വോട്ടുകൾക്കായിരുന്നു S രാജേന്ദ്രൻ ജയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. പെണ്ണൊരുമയ്ക്ക് പഴയ ശക്തി ഇല്ലെങ്കിൽ കൂടി അവർ പിടിക്കുന്ന ചെറിയൊരു ശതമാനം വോട്ട് AIADMK ഒരു വലിയ രീതിയിൽ തന്നെ ഇവിടെ ഒരു പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നിന്ന് ധാരാളം കേസുകളും AIADMKയുടെ പ്രവർത്തകരുടെ പേരിൽ ചുമത്തിയിരുന്നു. അതിനൊക്കെ ഒരു പ്രധാന കാരണം നോട്ടുകൾ ഉൾപ്പെടെയുള്ള പാരിതോഷികങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ തോട്ടം തൊഴിലാളി മേഖലയിൽ അവർ കൊടുക്കുന്നു എന്നുള്ള ആരോപണത്തെ തുടർന്നായിരുന്നു പോലീസിന്റെ നടപടികൾ ഉണ്ടായിരുന്നത്. AIADMK ഒരു വലിയ സ്വാധീനം പീരുമേടും ദേവികുളത്തും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ AIADMK പിടിക്കുന്ന വോട്ടുകൾ അത് ചെറുതാണെങ്കിൽ കൂടി ഈ രണ്ടിടത്തെയും വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കാൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ മറ്റൊന്നുള്ളത് ഏറ്റവും കൂടുതൽ തേയിലത്തോട്ടങ്ങളുള്ളതും ഇന്ന് തേയിലത്തോട്ടങ്ങൾ പൂട്ടപ്പെട്ടതുമായ പീരുമേടാണ്. പീരുമേട് മത്സരിക്കുന്ന ES ബിജിമോളാണ്. ബിജിമോൾക്കെതിരെ മത്സരിക്കുന്നത് സിറിയക് തോമസ് ആണ്. സിറിയക് തോമസും ബിജിമോളും തമ്മിൽ നേരിട്ടൊരു മത്സരമാണെങ്കിൽ കൂടി ഇവിടെയും AIADMK ഒരു ശക്തമായ സാന്നിധ്യമാണ്. ഒപ്പം തന്നെ 25,000-ഓളം വരുന്ന ഈഴവ വോട്ടുകൾ വളരെ നിർണായകം തന്നെയാണ് ഈ പീരുമേട് നിയോജക മണ്ഡലത്തിൽ. BJPക്കും ചില ശക്തമായ പോക്കറ്റുകളുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ പീരുമേട്. ഈ BJP അതായത് NDA മുന്നണിയും അതോടൊപ്പം തന്നെ AIADMK മുന്നണിയും. ബിജു തറയിൽ വിവരങ്ങൾക്ക് കേരള ബാലറ്റിൽ ഒരു ഇടവേളയ്ക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ നൽകാൻ ചേരും. കേരള ബാലറ്റിൽ ഒരിടവേള. കേരള ബാലറ്റ് തുടരുന്നു. സംസ്ഥാനത്തെ 14 ജില്ലകളുടെയും തെരഞ്ഞെടുപ്പ് ദൃശ്യമായിരുന്നു കേരള ബാലറ്റ് നോക്കിയിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് വിവരങ്ങളാണ്. വിവരങ്ങൾ നൽകാൻ ശ്യാംകൃഷ്ണൻ ചേരുന്നു തൃശൂർ സ്റ്റുഡിയോയിൽ നിന്ന്. ശ്യാംകൃഷ്ണൻ, എറണാകുളത്ത് വിമത സാന്നിധ്യമുള്ള ഒരു സാന്നിധ്യമുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ. ഒപ്പം തന്നെ പാലക്കാട് BJPയുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. തൃശൂർ, പാലക്കാട്, എറണാകുളം ജില്ലകളിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ പ്രചാരണം മുന്നോട്ട് പോകുന്നത്? എങ്ങനെയായിരിക്കും ഫലം വരിക? സംസ്ഥാന ഭരണത്തിൽ UDFന് തുടർച്ച വേണോ അതല്ല LDF ആണോ ഭരണത്തിൽ വരേണ്ടത് എന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട 3 ജില്ലകളാണ് എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകൾ. നമുക്കറിയാം എറണാകുളം എല്ലാ കാലത്തും UDFനോടൊപ്പം നിന്ന ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പരമാവധി സീറ്റുകൾ നിലനിർത്തുക, പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുക, ഇങ്ങനെ 2 ലക്ഷ്യമാണ് ഇരു മുന്നണികൾക്കുമുള്ളത്. നിലവിൽ 14 സീറ്റുള്ള എറണാകുളത്ത് LDF 3 UDF 11 മത്സരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ
രാഷ്ട്രീയ പോരാട്ടം നേരിട്ട് നടക്കുന്ന മണ്ഡലമായി എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനം നൽകാൻ കഴിയുന്ന വിവരം. തൃപ്പൂണിത്തറയിൽ മന്ത്രി കെ ബാബുവിനെതിരെ എം സ്വരാജ് രംഗത്ത് ഇറങ്ങിയത് മുതൽ ഇതുവരെ ബാർക്കോഴയടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഈ മണ്ഡലത്തിൽ സജീവ ചർച്ചയാകുന്നു. ഇക്കാലം അത്രയും UDF-നെ തുണച്ചിട്ടുള്ള ഈ മണ്ഡലത്തിൽ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ പുതിയതായി രൂപം കൊള്ളുന്നു. ഇവിടെ BJP-യുടെ സാന്നിധ്യവും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ തൃപ്പൂണിത്തറയുടെ മത്സരം പ്രവചനാതീതമായി രാഷ്ട്രീയ കേരളം ഏറ്റവും ശ്രദ്ധയോടുകൂടി നോക്കുന്ന മണ്ഡലമായി തൃപ്പൂണിത്തറ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എറണാകുളം ജില്ലയിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി തൃപ്പൂണിത്തറ മാറിയിരിക്കുന്നു. പറവൂരിൽ VD സതീശനും കൊച്ചിയിലാണ് നേരത്തെ പറഞ്ഞ വിമത സാന്നിധ്യമുള്ളത്. കൊച്ചി മണ്ഡലത്തിൽ ഡൊമിനിക് പ്രസന്റേഷനെതിരെ KJ ലീനസ് വിമതനായി വന്നതോടുകൂടിയാണ് ഇവിടെ UDF-ന് അടിപതറാൻ തുടങ്ങിയതും മത്സരത്തിലേക്ക് പോവുകയും ചെയ്തത്. എറണാകുളം കഴിഞ്ഞ് നമുക്ക് തൃശ്ശൂരിലേക്ക് വന്നാൽ തൃശ്ശൂരിലെ ഏത് രീതിയിലായിരിക്കും ഇപ്പോൾ രാഷ്ട്രീയ ചിത്രമുള്ളത്? തൃശൂർ ജില്ലയിൽ നിലവിൽ 13 സീറ്റുള്ള തൃശൂർ ജില്ലയിൽ 7 UDF-ഉം 7 LDF-ഉം 6 UDF-ഉമാണ് നിലവിലെ സ്ഥിതി. ഏറ്റവും കനത്ത മത്സരം നടക്കുന്നത് തൃശൂർ, കുന്നംകുളം, മണലൂർ മണ്ഡലങ്ങളിലാണ്. തൃശൂരിൽ പത്മജ വേണുഗോപാലും VS സുനിൽകുമാറും നേരിട്ട് ഏറ്റുമുട്ടുന്നു. മണലൂരും കുന്നംകുളവും കഴിഞ്ഞ തവണ 481 വോട്ടിന് കുന്നംകുളം മണ്ഡലം UDF-നും മണലൂർ 481 വോട്ടിന് LDF-നും നഷ്ടപ്പെട്ട മണ്ഡലമാണ്. ഇവിടെയും വലിയ പോരാട്ടമാണ് നടക്കുന്നത്. പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ പാലക്കാട് നിലവിൽ LDF-ന് 7 സീറ്റും എല്ലാ കാലത്തും LDF-നെ തുണച്ച ജില്ലയാണ്. UDF-ന് 5 സീറ്റുമാണുള്ളത്. ഇവിടെ പാലക്കാട്, തൃത്താല, പട്ടാമ്പി മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിതമായി വലിയ മത്സരത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണുള്ളത്. പാലക്കാട് NN കൃഷ്ണദാസ് ഷാഫി പറമ്പലിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. തൃത്താലയിൽ VT ബൽറാമിന് സുബൈദ ഇസാഖ് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. പട്ടാമ്പിയിൽ CP മുഹമ്മദിന് മുഹമ്മദ് മോഹസിൻ വലിയ വെല്ലുവിളി ഉയർത്തുന്നു. ഈ തരത്തിൽ ഈ 3 ജില്ലകളിലും മുഴുവൻ മണ്ഡലങ്ങളിലും വലിയ മത്സരം നടക്കുന്നു. ഒപ്പം ഈ പറഞ്ഞ പ്രത്യേക ജില്ലകളിൽ വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ശരി ശ്യാംകൃഷ്ണൻ, വിവരങ്ങൾക്ക് കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം നൽകാൻ ജയേഷ് രാഘവൻ ചെയ്യുന്നു. ജയേഷ് രാഘവൻ, ഏത് രീതിയിലാണ് ഇവിടെ നിശബ്ദ പ്രചാരണം പുരോഗമിക്കുന്നത്? എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ? പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ തിരക്കിലായിരുന്നു. പരമാവധി വോട്ടർമാരെ അവസാനമായി കണ്ടുകൊണ്ട് വോട്ടുറപ്പിക്കുന്ന ശ്രമം തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ പോളിംഗിന്റെ എല്ലാ ഒരുക്കങ്ങളും ഈ 3 ജില്ലകളിലും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രശ്നബാധിത ബൂത്തുകൾ ഏറെയുള്ള ജില്ലകളാണിത്. പാലക്കാട് ജില്ലയിൽ 39 പ്രശ്നബാധിത ബൂത്തുകൾ, സാധ്യതാ ബൂത്തുകൾ, മലപ്പുറത്ത് 32 പ്രശ്നസാധ്യതാ ബൂത്തുകൾ, കോഴിക്കോട് 78 പ്രശ്നസാധ്യതാ ബൂത്തുകളാണുള്ളത്. ഇന്ന് നാദാപുരം മണ്ഡലത്തിലെ വളയം പഞ്ചായത്തിൽ വെച്ചുകൊണ്ട് 6 സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തിട്ടുണ്ട്. ഈ മേഖലയിൽ ഉൾപ്പെടെ കേന്ദ്രസേനയും അർദ്ധസൈനിക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ശക്തമാണ്. പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂര്, കുന്നമംഗലം, കുറ്റ്യാടി, നാദാപുരം, വടകര മണ്ഡലങ്ങളിലാണ്. വടകര മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. RMP നേതാവ് KK രമ രംഗത്തെത്തിയ സ്ഥാനാർത്ഥിയായതോടുകൂടി വളരെ ശക്തമായ മത്സരമാണ് വടകരയിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി നേരെ കയ്യേറ്റമുണ്ടാകുന്ന സാഹചര്യം പോലും ഉണ്ടായി. വടകര പ്രവചനാതീതമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത കുറ്റ്യാടിയിൽ UDF-ന് വേണ്ടി മത്സരിക്കുന്ന പാറക്കൽ അബ്ദുള്ള സിറ്റിംഗ് MLA KK ലതികയ്ക്കെതിരെ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കോഴിക്കോട് ജില്ലാ CPM സെക്രട്ടറി P മോഹനന്റെ ഭാര്യയും അതുപോലെ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് കൂടിയാണ് KK ലതിക. കഴിഞ്ഞ 2 തവണയായി അവർ ഇവിടെ MLA ആണ്. കടുത്ത മത്സരം തന്നെയാണ്, വാശിയേറിയ മത്സരം തന്നെയാണ് കുറ്റ്യാടിയിൽ നടക്കുന്നത്. നാദാപുരത്തും UDF അതിശക്തമായ വെല്ലുവിളി ഇടതുമുന്നണിക്ക് ഉയർത്തുന്നുണ്ട്. ബേപ്പൂർ, കുന്നമംഗലം മണ്ഡലങ്ങളും ഇത്തവണ അതിശക്തമായ മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ അതിശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ്. വയനാട് ജില്ലയിൽ കൽപ്പറ്റ മണ്ഡലത്തിലാണ് വാശിയേറിയ പോരാട്ടം, പ്രവചനാതീതമായ മത്സരം നടക്കുന്നത്. സിറ്റിംഗ് MLA MV ശ്രേംസ്കുമാറിനെ നേരിടുന്നത് ഇടതുമുന്നണിയുടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ CK ശശീന്ദ്രനാണ്. വളരെ വലിയ ജനകീയ അടിത്തറയുള്ള ഒരു നേതാവ് കൂടിയാണ് CK ശശീന്ദ്രൻ. അതുകൊണ്ട് തന്നെ കൽപ്പറ്റയിലെ മത്സരം പ്രവചനാതീതമാണെന്ന് പറയാം. മലപ്പുറം ജില്ലയിൽ മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ കടുത്ത വെല്ലുവിളിയാണ് ഇത്തവണ ഇടതുമുന്നണിയിൽ നിന്ന് നേരിടുന്നത്. താനൂർ സീറ്റിൽ V അബ്ദുറഹ്മാൻ ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ് മുസ്ലിം ലീഗിന് വേണ്ടി ഇവിടെ മത്സരിക്കുന്നത്. കടുത്ത മത്സരം തന്നെയാണ് താനൂർ മണ്ഡലത്തിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ മന്ത്രി ആര്യാടൻ മുഹമ്മദ് വർഷങ്ങളായി കൈയടക്കി വെച്ചിരുന്ന ആ നിലമ്പൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്താണ് മത്സരിക്കുന്നത്. ഇടതുമുന്നണിക്ക് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ മത്സരിക്കുന്നു. ഇവിടെ അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. പൊന്നാനി മണ്ഡലത്തിൽ സിറ്റിംഗ് MLA ശ്രീരാമകൃഷ്ണനെതിരെ അതിശക്തമായ വെല്ലുവിളി ഉയർത്താൻ UDF-ന്റെ
അജയ് മോഹന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രി മഞ്ഞളാംകുഴി ആലി മത്സരിക്കുന്ന പെരിന്തൽമണ്ണയിലും അതിശക്തമായ പോരാട്ടം നടക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിൽ നേരിടുന്നത്. എന്തു തന്നെയായാലും കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലായി 18ഓളം സീറ്റുകളിൽ ഇത്തവണ അതിശക്തമായ മത്സരം നടക്കുന്നു. ശരി ജയേഷ് രാഘവൻ, വിവരങ്ങൾക്ക് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവരങ്ങൾ നൽകാൻ സുനിലൈസക് ചേരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് കണ്ണൂർ. വിമത സാന്നിധ്യം UDF-ന് വളരെ ശക്തമായുള്ളൊരു ജില്ലയാണ്. ഒപ്പം തന്നെ BJP-യുടെ സാന്നിധ്യം വളരെ ശക്തമായുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ്. ഈ ജില്ലകളിലെ വിവരങ്ങളും കേരള ബാലറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും കേരള ബാലറ്റിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സുനിലൈസക്കിലേക്ക് വരാം. നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവരങ്ങൾ നൽകാൻ സുനിലൈസക് ചേരുന്നുണ്ട്. സുനിൽ, 5 സിറ്റിംഗ് സീറ്റുകളിൽ 4ഇടത്തും UDF-ന് വിമത സാന്നിധ്യമുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ. ഒപ്പം തന്നെ BJP-യും അക്കൗണ്ട് തുറക്കാനാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. ഏത് രീതിയിലാണ് ഇവിടെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്? എത്രത്തോളം കടുത്ത മത്സരമാണ് ഈ 2 ജില്ലകളിൽ നടക്കുന്നത്? തീർച്ചയായും സൈഫുനിസ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡിന് ഇത്തവണ കേരളം ഉറ്റുനോക്കുന്നത് BJP-യുടെ ശക്തമായ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ ഇത്തവണ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ BJP-ക്ക് സാധിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള ഒരു ത്രികോണ മത്സരം തന്നെയാണ് ഇത്തവണ മഞ്ചേശ്വരത്ത് നടക്കുന്നത്. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ CPM 3ാം സ്ഥാനത്തേക്ക് പോയതാണ്. K. സുരേന്ദ്രൻ അവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. BJP-ക്ക് വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷ മഞ്ചേശ്വരത്തുണ്ട്. കാസർഗോഡേക്ക് എത്തിയാൽ കാസർഗോഡ് മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, കാസർഗോഡ് BJP-യും അതുപോലെ തന്നെ UDF-ഉം തമ്മിൽ നേർക്കുനേർ മത്സരം നടക്കുന്നു എന്നൊരു പ്രത്യേകത കാസർഗോഡിനുണ്ട്. രവീശ തന്ത്രി ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടി വലിയ തോതിലുള്ള ഒരു ആരവം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു പ്രതീക്ഷ ഇവിടെ BJP-ക്കുമുണ്ട്. കാസർഗോഡ് മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് LDF-ന്റെ സിറ്റിംഗ് സീറ്റായ ഉദുമയിലാണ്. ഇവിടെ കണ്ണൂരിൽ നിന്ന് K. സുധാകരൻ എത്തുന്നതോടുകൂടി ഉദുമയിലും മത്സരം വലിയ തോതിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു മത്സരത്തിലേക്ക് ഉദുമയ്ക്ക് കളമൊരുങ്ങിയിരിക്കുന്നു. മറ്റ് 2 മണ്ഡലങ്ങളിൽ, അതായത് തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാടും LDF-ന്റെ കുത്തക ആയ മണ്ഡലങ്ങളാണ്. ഇവിടെ ഇത്തവണ മാറ്റങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കണ്ണൂരിലേക്ക് എത്തിയാൽ കണ്ണൂരിൽ ആകെ 11 മണ്ഡലങ്ങളാണുള്ളത്. ഈ 11 മണ്ഡലങ്ങളിൽ 5ഇടത്ത് UDF-ഉം 6ഇടത്ത് LDF-ഉമാണ്. ഈ 6 മണ്ഡലങ്ങളിൽ, LDF-ന്റെ കൈവശമുള്ള 6 മണ്ഡലങ്ങളിൽ കാര്യമായ അട്ടിമറികൾക്കൊന്നും സാധ്യതയില്ല. തലശ്ശേരിയിൽ മാത്രമാണ് ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത്. UDF-ന് മുൻപ് സൂചിപ്പിച്ചതുപോലെ 5 സിറ്റിംഗ് സീറ്റുകളിൽ 4ഇടത്തും ഇത്തവണ വിമതശല്യമുണ്ട്. ഇതിൽ ഇരിക്കൂറിലെയും അഴീക്കോട്ടെയും പേരാവൂരിലെയും വിമതർ ഏതു തരത്തിലാവും വോട്ട് പിടിക്കുക എന്നതനുസരിച്ചാണ് ഇത്തവണ ഒരുപക്ഷെ അവിടുത്തെ UDF സ്ഥാനാർത്ഥിയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്നത് പോലും ഈ വിമതരുടെ വോട്ടുകളാണ് എന്ന് പറയാതിരിക്കാനാവില്ല. കഴിഞ്ഞ തവണ 2011-ൽ LDF-ന് കൈമോശം വന്നുപോയ 3 മണ്ഡലങ്ങൾ, അതായത് പേരാവൂർ, അഴീക്കോട്, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ വളരെ അതിശക്തമായ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മുൻപ് എങ്ങും പറയാൻ കഴിയാത്ത രീതിയിൽ അത്തരം ശക്തമായ ഒരു മത്സരമാണ് നടക്കുന്നതെന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് നിന്ന് മുഹമ്മദ് അസ്ലമും, കോട്ടയത്ത് നിന്ന് റഹീസ് റഷീദും, ഇടുക്കിയിൽ നിന്ന് ബിജു തറയിലും, തൃശ്ശൂരിൽ നിന്ന് ശ്യാം കൃഷ്ണനും, കോഴിക്കോട് നിന്ന് ജയേഷ് രാഘവനും, കണ്ണൂരിൽ നിന്ന് സുനിലൈസക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ ഇന്നത്തെ കേരള ബാലറ്റ് പൂർണ്ണമാവുകയാണ്. ഇനി ഈവനിംഗ് ന്യൂസുമായി സായ്കുമാറും നസ്രിയും ചേരും.